ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിബീസ് ലിറ്റിൽ വേൾഡ്. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗുഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ രാവിലെ 4 മണിക്ക് തന്നെ എഴുന്നേറ്റ് കുളിച്ചിട്ട് നമ്മൾ ചെറിയൊരു കുഞ്ഞ് മേക്കപ്പൊക്കെ ചെയ്യാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റിട്ട് പൊട്ടൊക്കെ തൊട്ട് കഴിഞ്ഞാലാണ് ഒരു സന്തോഷം, ഒരു സമാധാനം. കാണുമ്പോൾ എപ്പോഴും നമ്മൾ പ്രസൻറ്റബിൾ ആയിട്ടിരിക്കട്ടെ. വീട്ടിലെ മറ്റ് അംഗങ്ങളൊക്കെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ കുളിച്ചിട്ട് വന്ന് ചെറിയ ടച്ചപ്പാട്ടോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ ആക്ച്വലി ഞാനല്ല കേട്ടോ വിളക്കൊക്കെ വയ്ക്കുന്നത്, ഇന്ന് പ്രകാശേട്ടനാണ് വിളക്ക് വയ്ക്കുന്നത്. എന്നാലും ഞാൻ ആളുടെ ഒപ്പം തന്നെ നമ്മൾ എഴുന്നേറ്റ് ഇന്ന് റെഡി ആയെന്നേ ഉള്ളൂ. റെഡി ആയിട്ട് മറ്റ് ജോലികളൊക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. പ്രകാശേട്ടനാണ് ഇന്ന് വിളക്ക് വയ്ക്കുന്നത്. കാരണം ഇന്ന് എനിക്ക് പീരിയഡ്സിൻ്റെ 6th ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചില്ല, പ്രകാശേട്ടനാണ് വയ്ക്കുന്നത്. പനിയായിരുന്നു, എനിക്ക് മോനൊക്കെ പനിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോ ഒന്നും ഇല്ലാതിരുന്നത് കേട്ടോ. ഭയങ്കര ക്ലൈമറ്റിൻ്റെ ഒക്കെ മഴയും പിന്നെ ഇവിടെ കോയമ്പത്തൂർ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. വിട്ടുമാറുന്നുണ്ടായിരുന്നില്ല. ആക്ച്വലി ഒരാഴ്ചത്തോളം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. കുറേ പേര് വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി നന്ദി സ്നേഹത്തിന് കേട്ടോ, പറയാൻ വാക്കുകളില്ല. അപ്പോൾ ഇന്നലെ ഗുരുവായൂർ ഏകാദശിയായിരുന്നു. എല്ലാവരും ഏകാദശിയൊക്കെ നല്ല രീതിയിൽ എടുത്തു എന്ന് വിചാരിക്കണം. ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് കരുതി, പക്ഷേ പനി പറ്റിച്ചു. തീരെ വയ്യായിരുന്നു. കൊച്ചിനും കൂടി അങ്ങനെ ഭയങ്കരമായിട്ട് ഫീവറായപ്പോൾ ആകെ മെൻ്റലി ടയേർഡായിരുന്നു കേട്ടോ. ഇന്നലെ വരെ ഓർഡർ തന്നിട്ടുള്ള എല്ലാവർക്കും നമ്മൾ പാഴ്സൽ അയച്ചിട്ടുണ്ട്. പനിയായിരുന്നാലും അതൊന്നും പെൻഡിങ്ങിൽ വെച്ചിട്ടില്ല കേട്ടോ. ഇനി കുറച്ചുകൂടെ പാഴ്സലുണ്ട്, അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് കൊണ്ടുപോയി രാവിലെ തന്നെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കണം. രാവിലെ എഴുന്നേറ്റിട്ട് കുളിച്ച് നമ്മൾ ആദ്യം ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചുകൊണ്ടാണ് നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറേ പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇങ്ങനെ പീരിയഡ്സ് ആയാൽ ആരാണ് വീട്ടിൽ വിളക്ക് വയ്ക്കുക, പീരിയഡ്സ് ആയാലും വിളക്കൊക്കെ വയ്ക്കാറുണ്ടോ എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പീരിയഡ്സ് ആയാലും പ്രകാശേട്ടൻ വീട്ടിൽ വിളക്ക് വയ്ക്കും കേട്ടോ. ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഞങ്ങളത് സ്റ്റോപ്പ് ചെയ്യാത്തത് വെച്ചാൽ, വിളക്ക് വെച്ചില്ലെങ്കിൽ അന്നത്തെ ഒരു ദിവസം ഭയങ്കര ബ്ലാങ്ക് ആയി പോകുന്ന പോലെ തോന്നുന്നുണ്ട്. രാവിലെ ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന സമയത്ത് വീട്ടിൽ വിളക്കുകൾ തെളിഞ്ഞാൽ തന്നെ അത് വല്ലാത്തൊരു മറ്റ് ദിവസങ്ങളേക്കാൾ വളരെ മെച്ചപ്പെട്ട ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ദിവസമായിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഒരുപാട് അത് അനുഭവമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളത് എൻജോയ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. ട്രസ്റ്റ് മീ ഗൈസ്, ഈ ഒരു സമയം ഒരു ദിവസത്തിലെ ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 4 മണി മുതൽ 6 മണി വരെയുള്ള സമയം ഏതൊരു വ്യക്തിക്കാണോ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത് ആ വ്യക്തി തീർച്ചയായും ജീവിതത്തിൽ വിജയിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ 4 to 6 ഒരാളും മിസ് ചെയ്യരുത്. ബുദ്ധിമുട്ടായിരിക്കാം, ചിലപ്പോൾ നല്ല ഉറക്കമൊക്കെ വരുന്ന സമയമായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക തണുപ്പായിരിക്കാം, മഴയായിരിക്കാം. ആ സമയത്താണ് പുതച്ച് മൂടി കിടന്നുറങ്ങാൻ നല്ല സുഖമുള്ള സമയം. ഇതൊക്കെ അണ്ടർസ്റ്റാൻഡബിളാണ്. പക്ഷെ ആ ഒരു സമയം മിസ് ചെയ്യരുത്. ദർ ഈസ് നോ ഷോർട്ട് കട്ട് ഫോർ സക്സസ് എന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് 4 മണിക്ക് തന്നെ എണീക്കുക, കുറഞ്ഞതൊരു 4:30 എണീക്കുക. നമുക്ക് ജീവിതത്തിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, ഒരു ഷോർട്ട് കട്ടിൻ്റെ നമുക്ക് സഹായം തേടാൻ പറ്റില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ആ സമയം നിങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ പ്രാപ്തരാണെങ്കിൽ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുന്നത് ഒരാളെ കൊണ്ടും തടുക്കാൻ പറ്റില്ല. അത് പഠിക്കുകയാണെങ്കിലും ശരി, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ശരി, അല്ലെങ്കിൽ സ്പിരിച്വലായി തന്നെ രാവിലെ ഏത് മതസ്ഥരാണെങ്കിലും കേട്ടോ. ഇപ്പോൾ ഹൈന്ദവ മതവിശ്വാസികൾക്കെന്ന് മാത്രമല്ല, ഇപ്പോൾ മുസ്ലിംസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും ഈ സമയം നിങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ലൈഫിൽ തീർച്ചയായിട്ടും ജയിച്ചിരിക്കും. ഞങ്ങൾ ഹിന്ദുസ് ആയതുകൊണ്ട് നമ്മളത് രാവിലെ വിളക്ക് വെച്ചുകൊണ്ടത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ആ ജ്യോതി കണ്ടുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ആ ഒരു ദിവസം മുഴുവനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വല്ലാത്തൊരു പ്രചോദനം. പിന്നെ നമ്മൾ ചൊല്ലുന്ന മന്ത്രങ്ങൾക്ക് ഒത്തിരി പവറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു മന്ത്രവും നിങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ ഓം നമഃ ശിവായ, അല്ലെങ്കിൽ ഓം ഘം ഗണപതയേ നമഃ, ഓം ശരവണ ഭവായ നമഃ, ഓം മഹാലക്ഷ്മി പോട്രി, നിങ്ങൾക്കറിയാവുന്ന മന്ത്രങ്ങൾ ഒരു 108 തവണ ചൊല്ലുന്നത് വളരെ വളരെ നല്ലതാണ്. അത് മാനസികവും ശാരീരികവുമായ പരിശുദ്ധി പ്രദാനം ചെയ്യുന്നെന്ന് മാത്രമല്ല, നമുക്ക് ഭഗവാനോട് കൂടുതൽ അടുക്കാനായിട്ട് ഭൗതിക ജീവിതത്തിൽ നിന്നും ആത്മീക ജീവിതത്തിലേക്ക് ഉയർത്തുന്നൊരു ചവിട്ടുപടിയായിട്ട് വേണമെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ മനസ്സിനും ശരീരത്തിനും വല്ലാത്തൊരു സുഖവും സന്തോഷവും വല്ലാത്തൊരു നമ്മുടെ ആത്മാവുമായിട്ട് തന്നെ നമുക്കതൊന്ന് കണക്ട് ചെയ്യാൻ പറ്റും. സോ ജസ്റ്റ് ട്രൈ ഇറ്റ്. നിങ്ങളൊന്ന്
കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ, ആവശ്യമില്ലാത്ത ദുഷ്ടകരമായിട്ട് ചിന്തകളൊക്കെ നമുക്ക് മാറ്റി മുഖത്തിന് തന്നെ വല്ലാത്തൊരു തേജസ് കൊണ്ടുവരാൻ സാധിക്കും. സ്ഥിരമായി നമ്മൾ മന്ത്രങ്ങൾ ചൊല്ലുന്നതിലൂടെ നമുക്ക് നമ്മുടെ അഹങ്കാരം, അഹംഭാവം, അഹന്ത ഇതൊക്കെ കുറഞ്ഞു വന്ന് ഒരു പച്ചയായിട്ടുള്ള മനുഷ്യനായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. നമ്മുടെ മുഖത്ത് എപ്പോഴും മനോഹരമായിട്ടുള്ളൊരു പുഞ്ചിരി കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. മറ്റുള്ളവരെ മനസ്സിലാക്കാനും നമ്മളോട് ഒരാൾ മോശമായിട്ട് അല്ലെങ്കിൽ ദുഷ്ടചിന്തയോടുകൂടി നമ്മുടെ അടുത്ത് വരാൻ നമ്മളെ ചുറ്റിയുള്ള ആ പോസിറ്റീവ് വൈബ് അവരെ പുറന്തള്ളാൻ, അവരെ നമ്മളിൽ നിന്ന് അകറ്റാനും നല്ല പോസിറ്റീവായിട്ടുള്ള വൈബിനെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഇതിലൂടെ സാധ്യമാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രകാശേട്ടൻ വിളക്കൊക്കെ പൂജയൊക്കെ കഴിച്ചിട്ട് ആളിരുന്ന് മന്ത്രങ്ങളൊക്കെ ചൊല്ലാണ് കേട്ടോ. അപ്പോഴേക്കും നേരൊക്കെ നന്നായി വെളിച്ചമൊക്കെ വന്നു. പിന്നെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോസ്റ്റ് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ഞാൻ ശ്രീരാമൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവനും ഫീവർ അവന് മുഴുവനായിട്ടും വിട്ടിട്ടില്ല. അപ്പോൾ സ്കൂളിലേക്ക് ഞാൻ അവനെ പറഞ്ഞയച്ചിട്ടില്ല. ഒന്നര ആഴ്ചയായിട്ട് കൊച്ചിനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ടില്ല. LKG ആണ്. പിന്നെ ക്ലാസ്സിലും കുട്ടികൾക്കും ഫ്ലൂ ഒക്കെ അങ്ങനെ പകർന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അവന് നോർമൽ ഫീവറാണ്. ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും കംപ്ലീറ്റ് ആയിട്ടൊന്ന് ക്യൂറായിട്ട് പോകുന്നതാണ് നല്ലതെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള കുറച്ചുകൂടെ പാഴ്സൽ കൊടുത്തയക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ പോകുമ്പോൾ ശ്രീരാം അതൊക്കെ ഭയങ്കര സേഫായിട്ട് പിടിക്കുകയാണെന്നുള്ള ഭാവത്തിൽ അവനതിങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ അവൻ്റെ മുഖഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവനാണ് കാര്യമായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നത്. ഭയങ്കര റെസ്പോൺസിബിലിറ്റിയൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അവൻ ചെയ്യുന്നത് പോലെയാണ്, ഭയങ്കര കാര്യപ്രാപ്തിയോടുകൂടി ചെയ്യുന്ന പോലെയാണ് അവൻ്റെ ആക്ഷൻസൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളതിൻ്റെ കൺസൈൻ നമ്പേഴ്സൊക്കെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് പെട്ടെന്ന് ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് സ്ഥിരമായി നമ്മളിവിടെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അവരുമായിട്ട് നല്ല ചങ്ങാത്തൊക്കെ ആയിട്ടോ. അപ്പം നമ്മളും കുറച്ച് ജോലികളൊക്കെ നമ്മളത് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്കി അവർ നമുക്ക് പെട്ടെന്ന് ബില്ലൊക്കെ ചെയ്ത് തരും കേട്ടോ. നമ്മൾ വീട് മാറുന്നുണ്ട്. പ്രകാശേട്ടന് പുതിയ ഓഫീസിലേക്ക് ജോബ് കിട്ടിയ കാര്യം എല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് ശ്രീരാമൻ്റെ സ്കൂളും പ്രകാശേട്ടൻ്റെ ഓഫീസും രണ്ട് സ്ഥലങ്ങളിലാണ്. അപ്പം അതിൻ്റെ ഇൻ ബിറ്റ്വീൻ രണ്ട് പേർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് നടുക്കൊരു വീട്, പുതിയ വാടക വീട്ടിലേക്ക് നമ്മൾ മാറുകയാണ്. അപ്പോൾ അതങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ വീട് ഓൾമോസ്റ്റ് കൺഫേമായി. അപ്പോൾ വീട് മാറുമ്പോഴുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ പതുക്കെ അപ്ലോഡ് ചെയ്യുക. ഇനിയും ഒരു 1.5 മാസം സമയമുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് മാറുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നല്ല സമയം നോക്കിയിട്ടൊക്കെ മാറത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മളത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ വന്നിട്ടുള്ള പുതിയ ഫോട്ടോസിൻ്റെ ഓർഡേഴ്സാണ്. ദൃഷ്ടി ഗണപതിയുടെ ഫോട്ടോ, വീടിൻ്റെ പുറത്ത് വയ്ക്കാനുള്ള ദൃഷ്ടി ഗണപതിയുടെ ഫോട്ടോ, വാസ്തു ഗ്രഹലക്ഷ്മി, അതേപോലെ തന്നെ അയ്യപ്പസ്വാമിയുടെയും മുരുകൻ്റെയും ഒരു വീട്ടിലേക്ക് പ്രധാനമായിട്ടും വേണ്ടുന്ന ഫോട്ടോസാണ് ഈ ഗണപതി, മഹാലക്ഷ്മി, സരസ്വതി, മുരുകൻ, അതേപോലെ തന്നെ മഹാവിഷ്ണു. ഈ 5 ഫോട്ടോസ് നിർബന്ധമായും നമ്മളൊരു വീട്ടിലുണ്ടാവേണ്ടുന്ന ഫോട്ടോസാണ്. ഇനി കുറഞ്ഞത് ഈ 3 പേരെങ്കിലും, ഗണപതി, മഹാലക്ഷ്മി, സരസ്വതി. കാരണം ഒത്തിരി ഫോട്ടോസ് വെച്ച് വഴിപാട് ചെയ്യാത്ത ആളുകളുണ്ടായിരിക്കും. അപ്പോൾ വീട്ടിൽ പൂജാമുറിയിൽ അത്യാവശ്യം നിർബന്ധമായും വേണ്ടുന്ന ഫോട്ടോസൊക്കെയാണ് ഇതൊക്കെ. മുരുകൻ്റെയൊക്കെ ഫോട്ടോസ് എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ വിഘ്നേശ്വരൻ്റെയും സരസ്വതിയുടെയും മഹാലക്ഷ്മിയുടെയും ഫോട്ടോ, ഈ ഫോട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു അട്രാക്ഷനാണ്. അത്രയും ഭംഗിയായിരുന്നു, കണ്ണെടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല ആ ഫോട്ടോയിൽ നിന്ന്. അപ്പോൾ ഈ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. നമ്മളിനി പുതിയ വീട് മാറുമ്പോൾ അവിടെ സെപ്പറേറ്റ് പൂജാമുറിയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടുന്ന ഫോട്ടോസൊക്കെ എനിക്ക് അവിടെ വെച്ച് വഴിപാട് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ആ ഒരു സന്തോഷത്തിലും ത്രില്ലിലൊക്കെയാണ് കേട്ടോ. അന്നപൂർണയുടെ ഫോട്ടോ, സായിബാബ, അതേപോലെ തന്നെ സത്യനാരായണ, ഹനുമാൻ, വാരാഹി ദേവി, അമ്പാൾ, ഇവരുടെ ഒക്കെ ഫോട്ടോസ് ഉണ്ട്. ഇത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങൾക്ക് ഏത് ഫോട്ടോസ്
ആണോ വേണ്ടത് അത് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ മതി. ഓർഡർ അനുസരിച്ച് വീട്ടിലേക്ക് എത്തിച്ച് തരുന്നതാണ് കേട്ടോ. പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്ത് വീടൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് ഷോപ്പിങ്ങിന് കുറേ ഉണ്ടായിരുന്നു, കുറച്ചധികം സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വീട്ടിലേക്ക് പോകാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നമ്മൾ ഒന്ന് ആര്യാസിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. ഞാൻ വെജിറ്റേറിയൻ മീൽസാണ് കഴിച്ചത്. പ്രകാശ് ഏട്ടൻ ബട്ടർ നാനും പിന്നെ പനീർ ബട്ടർ മസാലയാണ് കേട്ടോ കഴിച്ചത്. അതിനുശേഷം വീണ്ടും നമ്മൾ ഷോപ്പിംഗൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയും വിശക്കാൻ തുടങ്ങി. ഇപ്പോൾ ഈയിടെയായിട്ട് പനിയൊക്കെ വന്നുകൊണ്ട് ഭയങ്കര വിശപ്പിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെയും ഒരു കോഫി ഷോപ്പിൽ സോഷ്യൽ കിച്ചണിൽ കയറിയിട്ട് ഞാൻ കോഫി കുടിച്ചു. പ്രകാശേട്ടൻ ജ്യൂസും ശ്രീരാമൻ ഷെയ്ക്ക് എന്താണ് കുടിച്ചത്. പനിയാണെന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല. പിന്നെ അവൻ്റെ ഇഷ്ടത്തിന് അങ്ങനത്തെ ഒരു ദിവസം വിട്ടു. കാരണം ഒരാഴ്ചയായിട്ട് അത് പനി കാരണം കൊണ്ട് ഭയങ്കരമായിട്ട് ഡള്ളായിട്ട് ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ ഒന്നര ആഴ്ച കണ്ട് അവനായിട്ടൊന്ന് പുറത്തേക്ക് വന്നത്. അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് അങ്ങ് വിട്ടു. ഇത് വാസ്തു ഗൃഹലക്ഷ്മിയുടെ ഫോട്ടോ ആണ് കേട്ടോ. ഞാൻ ഇതിന് മുമ്പത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രധാന വാതിലിൻ്റെ മുകളിലായിട്ട് വീടിനകത്ത് നമ്മുടെ മെയിൻ ഡോറിന് മുകളിലായിട്ട് കട്ടിളയ്ക്ക് മുകളിലായിട്ട് വാസ്തു ഗൃഹലക്ഷ്മിയുടെ ഫോട്ടോ വെക്കുന്നത് നമ്മുടെ വീടിന് എന്തെങ്കിലും ചെറിയ ചെറിയ വാസ്തു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ പ്രോബ്ലംസ് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഗൃഹലക്ഷ്മിയുടെ ഫോട്ടോ വീടിന് മുകളിൽ വെക്കുന്നത്, വാതിലിന് മുകളിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. ഒപ്പം നമ്മൾ ഇതൊരു കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വാസ്തു ഗൃഹലക്ഷ്മിയുടെ ഫോട്ടോയും താമരമണിമാലയും. താമരമണിമാലയുടെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. താമരമണിമാല പണം ആകർഷിക്കാൻ, നമുക്ക് പണത്തെ വല്ലാതെ ആകർഷിക്കാൻ കഴിവുള്ളൊരു വസ്തുവാണ് ഈ താമരമണി എന്ന് പറയുന്നത്. അതിൻ്റെ 108 താമരമണികൾ കോർത്തിട്ടുള്ള മാലയും ഈ വാസ്തുഗൃഹലക്ഷ്മിയുടെ ഫോട്ടോയും നമ്മൾ കോംബോ ആയി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വെറ്റില ദീപത്തിൽ വയ്ക്കുന്ന ഓം വിളക്കാണിത്. വെറ്റില ദീപം എന്താണെന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും വെറ്റില ദീപം എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലായിട്ട് ഫസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. കമൻറ്റ് പിൻ ചെയ്യാം, ലിങ്ക് പിൻ ചെയ്യാം വെറ്റില ദീപം എന്താണെന്നുള്ളത്. അപ്പോൾ ഈ വെറ്റില ദീപത്തിൽ ഉപയോഗിക്കുന്ന ഓം വിളക്കും അതേപോലെ തന്നെ വേലും രണ്ടും കൂടി 390 രൂപ മുതൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ബ്രാസിൻ്റെ വേലാണെന്നുണ്ടെങ്കിൽ വില കുറച്ച് കൂടും, ചെറിയ ചേഞ്ചസ് ഉണ്ട്. പക്ഷേ ഈ ചെറിയ വേലും അതേപോലെ തന്നെ ഓം വിളക്കും കൂടിയിട്ട് 390 രൂപയ്ക്ക് നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സൈസിന് ചെറിയ വലിയ സൈസ് വേലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരും കേട്ടോ. അതേപോലെ തന്നെ കുബേര ലക്ഷ്മിയുടെ ഫോട്ടോയും കുബേര വിളക്കും 2 സെറ്റ് കുബേര വിളക്കും തിരിയും കുബേര പ്രീതിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പച്ച കളർ കുങ്കുമവും നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ട്. 499 കോംബോ ആയിട്ട്. ഇതെല്ലാം കൂടിയിട്ട് ഈ ഫോട്ടോ, വിളക്ക്, തിരി, പച്ച കളർ കുങ്കുമം ഇതെല്ലാം കൂടി 499 കോംബോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കോംബോ വേണമെന്നുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. കുബേര പ്രീതിക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം സർവ്വസമ്പത്തിൻ്റെയും അധിപതിയാണ് കുബേരൻ. അപ്പോൾ മഹാലക്ഷ്മിയുടെ സർവ്വസമ്പത്തിൻ്റെയും അധിപതി എന്നുള്ള വരം വാങ്ങിയ ആളാണല്ലേ, ഭഗവാനാണ് കുബേരൻ. അപ്പോൾ ഈ കുബേരൻ പണം നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മിയുടെ അനുവാദം വാങ്ങിയിട്ടേ കുബേരദേവൻ ധനം കൊടുക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലക്ഷ്മിയുടെയും കുബേരൻ്റെയും പ്രീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കുബേരലക്ഷ്മി പൂജയൊക്കെ വീട്ടിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പൂജ ഐറ്റംസാണ് കുബേരലക്ഷ്മി ഫോട്ടോ, കുബേര വിളക്ക്, തിരി, പച്ച കളർ കുങ്കുമം. ഇതൊക്കെ ബേസിക്കായിട്ട്, വളരെ ബേസിക്കായിട്ട് ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് കുബേര പൂജ വീട്ടിൽ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഒരു പൂജാമുറിയിൽ വേണ്ടുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എനിക്കിതിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത് നേരിൽ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഇഷ്ടപ്പെടും കേട്ടോ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഗ്രഹങ്ങളാണ്. വിഘ്നേശ്വരൻ്റെയും മഹാലക്ഷ്മിയുടെയും താമരയിലുള്ള പോലെ വിത്ത് സ്റ്റാൻഡോട് കൂടിയിട്ട്, അത് വയ്ക്കാൻ ഉള്ള ഒരു സ്റ്റാൻഡോട് കൂടി നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഒരു പുഷ്പമൊക്കെ വയ്ക്കാൻ ധാരാളം സ്പേസ് ഉള്ള പോലത്തെ ഒരു പ്ലാറ്റ്ഫോമാണ്. ഇനി ബ്രാസ് അതും നമ്മൾ സെയിലിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളൂ. ആൻഡ് ബ്രാസ് നമ്മൾ ഉപയോഗിക്കുന്ന വീട്ടിൽ പൂജയിൽ ഉപയോഗിക്കുന്ന ഈ ബ്രാസ് ഐറ്റംസൊക്കെ എങ്ങനെയാണ് ഇത്രയും നീറ്റായിട്ട് ഭംഗിയിൽ സൂക്ഷിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒറ്റ ആൻസറേ ഉള്ളൂ, പീതാംബരിയുടെ പൗഡർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ വെസൽസൊക്കെ കഴുകുന്നത് കേട്ടോ. അപ്പോൾ അതും നമ്മുടെ കയ്യിൽ സെയിലുണ്ട്. അതേപോലെ തന്നെ സ്റ്റെൻസിലും
പനിയായ കാരണം കൊണ്ട് വോയിസ് കുറച്ച് എനർജി കുറവാണ്. ക്ഷമിക്കും, സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിൽ മറക്കാതെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ ബൈ, സീ യു.